മാതൃഭൂമി വിദ്യയും മാതൃഭൂമി ന്യൂസും നാളികേര വികസന ബോർഡുമായി ചേർന്നൊരുക്കിയ കേരം കാക്കാൻ കുട്ടിക്കൂട്ടം കാർഷിക കേരളത്തിന്റെ നേർചിത്രമായി. കേരകൃഷി നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ചും അവതരിപ്പിച്ചും 14 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ കുട്ടി പാർലമെന്റിൽ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചു. ആരംഭിച്ചിരിക്കുന്ന കേരം കാക്കാൻ കുട്ടിക്കൂട്ടം എന്ന ഈ പുതിയ സംരംഭം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കേര സംസ്കാരത്തെ തിരികെ കൊണ്ടുവരും എന്ന് തന്നെ പറയാം. കേരളം കേരളം ഭൂമിയിലുമുണ്ടൊരു കൽപ്പതരു കേരം. കേരളത്തിന്റെ ശരാശരി ഉൽപാദനക്ഷമത 1 ഹെക്ടറിന് വെറും 6862 നാളികേരം മാത്രമാണ്. തെങ്ങും തീയനുമില്ലാതെ തെയ്യമില്ല പ്രയോഗം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്താണ്. നമ്മുടെ ഇത്രയേറെ തലമുറകളെ പോറ്റി വളർത്തിയ നമ്മുടെ കേരവൃക്ഷം നമ്മെ ചതിച്ചു തുടങ്ങിയിരിക്കുന്നു. 2 വർഷം മുമ്പ് പച്ചത്തേങ്ങയ്ക്ക് 22 രൂപ വില കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് അത് 13 രൂപ 50 പൈസ മാത്രമാണ്. നമ്മുടെ ജില്ലയിൽ ഇന്ന് 250 കൊപ്ര സംഭരണ യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ 50 എണ്ണം മാത്രമേ പ്രവർത്തനക്ഷമമായുള്ളൂ. ഓരോ സ്ഥലത്തുള്ള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കർഷകർക്ക് അതിനുള്ള സഹായം ലഭിക്കുന്നില്ല. വയൽ നികത്താൻ പാടില്ലെന്ന് സർക്കാർ നിയമം കൊണ്ടുവന്നതുപോലെ കേരപ്പാടങ്ങളുടെ കാര്യത്തിലും പ്രായോഗികമായ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കണം. കൃഷിക്ക് എന്താണ് സംഭവിച്ചത്? അശാസ്ത്രീയമായ കൃഷി പരിപാലനം, തൊഴിലാളി ദൗർലഭ്യം, രോഗകീടബാധ, വിപണനം. പാലും മുട്ടയും കൊടുക്കുന്നത് അവരുടെ പ്രോട്ടീനും കാൽഷ്യവും വളരുന്ന സമയത്ത് ഇത് രണ്ടും കിട്ടാനാണ്. ഇളനീരിൽ അങ്ങനൊരു പ്രോട്ടീനും കാൽഷ്യവും ഒക്കെ നമുക്ക് കിട്ടുമോ? യഥാർത്ഥത്തിൽ പോഷകങ്ങളൊന്നും ഇന്ന് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്ന മുട്ടയിലും പാലിലും ഇല്ല. നേരെ വിപരീതാർത്ഥത്തിലാണ് അത് കുട്ടികളെ ബാധിക്കുന്നത് എന്നാണ് നാം ഓർക്കേണ്ടത്. കണക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പല പ്രശ്നങ്ങളിലൂടെ കേരകൃഷിയുടെ ഭൂവിസ്തീർണവും ഉൽപാദനക്ഷമതയുമെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭക്ഷണം കൈവിട്ട ലോകത്തെ ഏക ജീവിവർഗമായ മലയാളിക്ക് ഒരു തേങ്ങ കൊണ്ട് ഒരു ദിവസം ആരോഗ്യകരമായി ജീവിക്കാനാകുമെന്ന യാഥാർത്ഥ്യം പ്രചരിപ്പിക്കാം. കേരളവുമായി ബന്ധപ്പെട്ട് കേരളം എന്ന് കേൾക്കുവാനാണ് നമുക്കിഷ്ടം. നാളികേരം എന്നത് മ്യൂസിയത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നായി നമുക്ക് മാറും. പല്ല് തേക്കുമ്പോൾ ഉപയോഗിക്കുന്ന പച്ചീർക്കിൽ മുതൽ പട്ടടയ്ക്കുള്ള പച്ചോല വരെ എല്ലാം ഉപയോഗപ്രദമായതുകൊണ്ടാണ് തെങ്ങിനെ ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്ന് നാം വിളിക്കുന്നത്. മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉടനടി നടപ്പാക്കണമെന്ന് ഞങ്ങൾ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയോട് ഉണർത്തിക്കും. ഏത് നാളികേര ഉൽപ്പന്നത്തിന് പ്രാധാന്യം കൊടുക്കണം, ഇല്ലെങ്കിൽ അത് എങ്ങനെ വിപണനം ചെയ്യണം എന്നതിനെ പറ്റി വ്യക്തമായ ഒരു മാർഗരേഖ നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാം. ഒരു തേങ്ങയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിന്റെ നിർമ്മാണത്തിനായി എനിക്ക് ചിലവായത് വെറും 5 രൂപയുടെ പെയിന്റും 10 മിനിറ്റ് സമയവുമാണ്. കുട്ടി പാർലമെന്റിലെ വാദങ്ങളും മറുവാദങ്ങളും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കൃഷിമന്ത്രി KP മോഹനനും കേട്ടു. അവരുടെ ചോദ്യങ്ങൾക്ക് ഇരുവരും ഉത്തരം നൽകി. ഓരോ വർഷവും നമ്മുടെ കേരളത്തിൽ ഏകദേശം 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ 1ാം ക്ലാസ്സിൽ ചേരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഓരോ കുട്ടിക്കും ഓരോ തെങ്ങിൻ തൈ വീതം നൽകുകയും അത് നട്ടു പരിപാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. സ്ഥലപരിമിതിയാണ് നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സംഗതി. അപ്പോൾ ഓരോ വർഷവും 4 ലക്ഷം തെങ്ങ് വീതം നമുക്ക് നടത്തക്ക വിധത്തിലുള്ള ഒരു സൗകര്യങ്ങൾ ഇല്ല. പക്ഷേ ആശയം വളരെ നല്ലതാണ്. സ്കൂളുകളിൽ ഈ പാലും മുട്ടയും വിതരണം ചെയ്യുന്നതിന് പകരമായി ഇളനീര് വിതരണം ചെയ്തുകൂടെ? സംസ്ഥാന തലത്തിൽ ഔദ്യോഗിക പാനീയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടുകൂടി ഔദ്യോഗിക ചടങ്ങുകളിലൊക്കെ തന്നെ ഇളനീർ കൊടുക്കണം എന്ന് നിർബന്ധമാണ്. പാല് കൊടുക്കുന്നത് പോലെ തന്നെ ഇളനീർ കൊടുക്കാനുള്ള സംവിധാനവും കൂടി ഏർപ്പെടുത്താം. നാളികേരത്തിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഗവൺമെന്റിന്റെ കീഴിൽ ഒരൊറ്റ ബ്രാൻഡ് നെയിമിൽ ഇറക്കിയാൽ എല്ലാ തരത്തിലുള്ള വിപണി സാധ്യതകളും കർഷകർക്ക് തന്നെ ലഭിക്കും. കേരളത്തിന്റെ തനതായിട്ടുള്ള 2 കൃഷികളാണ് നാളികേരവും നെല്ലും. ഈ 2 കൃഷിക്കും ഓരോ പാർക്ക് എന്ന് തീരുമാനിച്ച്
കുറ്റ്യാടി കോക്കനട്ട് ബയോ പാർക്കും റൈസ് ബയോ പാർക്ക് പാലക്കാടും, ഇത് രണ്ടും നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു. കുട്ടിക്കൂട്ടം ഉയർത്തിയ ചോദ്യങ്ങളും ആശയങ്ങളും പ്രതീക്ഷയേകുന്നതാണ്. വരും തലമുറയുടെ പോരാട്ടത്തിലെ വിജയികളെ അറിയാം ഇനി. 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയാണ്. രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന പാലക്കാട് ജില്ലയ്ക്ക് ഒരിക്കൽ കൂടി കയ്യടി. ഇനി 1-ാം സ്ഥാനം ഏത് ജില്ലയ്ക്കാണ് എന്നതാണ്. എല്ലാവരും 1-ാം സ്ഥാനത്തിന് അർഹരാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ 1-ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയ്ക്കാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളിക്ക് അഭിമാനമായി മാറിയ ഹരിത വി കുമാർ കുട്ടിക്കൂട്ടത്തിനൊപ്പം ചേർന്ന നിമിഷങ്ങളോടെ നാളികേരത്തിന്റെ നല്ല നാളെ കാത്തുകൊണ്ട് നിർത്താം.